ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. സോ ഒരുപാട് നാളായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ്. അതായത് സംഭവമൊന്നുമില്ല, ഒരു ഹോട്ട് എയർ ബ്രഷിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് സംഗതി. ഇത് വന്നത് വൺ സ്റ്റെപ്പിൻ്റെ ഹെയർ ഡ്രയർ സ്റ്റൈലർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണിത്. വൺ സ്റ്റെപ്പ്. അപ്പം ഇതിൻ്റെ റിവ്യൂ ആണ് ഞാനിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്കിത് ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പൺ ചെയ്യാം. അപ്പം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഇതാണ് സംഗതി. ഇതാണ് നമ്മുടെ ബ്രഷ് എന്ന് പറയുന്നത്, ആൻഡ് ഇതാണ് നമ്മുടെ വയർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് മാനേജബിൾ ആണ് അല്ലേ. പിന്നെ ഇവിടെ സംഭവം ഇങ്ങനെ ലോ, ഹൈ, മീഡിയം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണുണ്ട്. അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് കേട്ടോ സംഭവം. ഓക്കെ, അപ്പം നമുക്ക് ട്രൈ ചെയ്ത് ഞാൻ ഒന്ന് പ്ലഗ് ഇൻ ചെയ്തിട്ട് വരാവേ. ഓക്കെ, ഇത് പ്ലഗ് ഇൻ ചെയ്തു. അപ്പുറത്തെ സൈഡിൽ ഞാൻ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്റ്റൻഷൻ കേബിളിലാണ് ഞാൻ പ്ലഗ് ഇൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഓൺ ആയി കഴിയുമ്പോൾ ഇവിടെ ലൈറ്റ് എത്തും. അപ്പം ഞാനിത് വർക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ മിഡിൽ വെച്ചിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പൈസ പോയാൽ ചെയ്യുന്നു. ഇത് മിഡിൽ വെച്ച് കഴിയുമ്പോൾ കുറച്ച് സ്ലോ ആവും. കുറച്ച് പേടിയായിട്ടുണ്ട്, പക്ഷെ സ്ട്രെയിറ്റ് ആവുന്നുണ്ട് കേട്ടോ. എൻ്റെ ട്രീറ്റഡ് ഹെയർ ആണ്, ബോട്ടോക്സ് ചെയ്തിട്ടുള്ള ഹെയർ ആണ്. സോ അതിനനുസരിച്ച് ഹെയറിൻ്റെ ടെക്സ്ചർ അനുസരിച്ച് നമുക്ക് മാറ്റം ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഇങ്ങനെ വെച്ചിട്ട്, അപ്പോൾ ഇത് സംഭവം എൻ്റെ ബ്രഷ് സ്കാൽപ്പിൽ അതൊന്നും തട്ടിയാലും പ്രശ്നമില്ല. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. സ്മൂത്തായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ, നല്ല സ്ട്രെയിറ്റ് ആവുന്നുണ്ട്. കുറച്ച് ഞാൻ മിഡിലിൽ വെച്ചുകൊണ്ട് തന്നെ കുറച്ച് സ്ലോ ആയിട്ടാവും, സ്ട്രെയിറ്റ് ആവും. ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈലൈനർ വെച്ചിട്ട് എന്നാലും കുറച്ച് കേളിയാണ്, പക്ഷെ നല്ല സ്മൂത്ത് ലുക്ക് തരുന്നുണ്ട് ഇത് അല്ലേ. പിന്നെ ഞാൻ നിർത്താം കേട്ടോ, ഒത്തിരി ഹീറ്റ് തലമുടിയിലായാലും പ്രശ്നം. സോ ഇതാണ് ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട്. ഇതാണ് സംഭവം. അപ്പം ഇതാണ് സംഭവം ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട്. ഇതെന്ന് പറയുന്നത് മുടി നല്ല ഫ്രീ ആക്കുന്നുണ്ട്, നല്ല പോലെ ഫ്രീ ആക്കുന്നുണ്ട്. അതേ ഇതിനെ കൊണ്ട് എനിക്ക് തോന്നുന്നു വലിയ ഉപകാരമുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഞാൻ പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് മുടി കുറച്ച് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പം വാട്ടർ സ്പ്രേ ചെയ്ത് നമുക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. പിന്നെ ഞാൻ ജസ്റ്റ് റിവ്യൂ എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അപ്പം ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. ഇപ്പോൾ അല്ല ഗൈസ്. അപ്പം ഞാനിവിടെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും സഹായിച്ച് നമുക്ക് ട്രൈപോഡൊക്കെ വാങ്ങാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിവ്യൂ തന്നെ നമ്മുടെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം ഓക്കെ പ്രൊഡക്റ്റിനാണ് എനിക്ക് പറയുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്തതിൻ്റെ പ്രശ്നമാണോ നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്തിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. സോ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഈ സംഭവം വാങ്ങാൻ നല്ല സംഭവമാണ്. നിങ്ങൾക്കിപ്പം കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങാം കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പം ഞാനിതിൻ്റെ ലിങ്കും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.